ഹലോ ഗൈസ്, നമ്മുടെ മലയാളത്തിലെ പ്രധാനപ്പെട്ട ഒരു ചാനൽ കൊടുത്തിട്ടുള്ളൊരു ന്യൂസാണ് കേട്ടോ. അമേരിക്കയ്ക്കെതിരെ ഇറാൻ്റെ വൻ തിരിച്ചടി. USS അബ്രഹാം ലിങ്കൺ യുദ്ധക്കപ്പലിൽ മിസൈൽ പതിച്ചു. ഓക്കെ, വെയിറ്റ് ചെയ്യണേ. ഇനി കാണിക്കുന്ന വിഷ്വൽസ് ഒന്ന് ശ്രദ്ധിക്കണേ. ഒരു ബന്ധമില്ലാത്ത കുറേ വിഷ്വൽസ്. ഓക്കെ, ഇനി ഈ കത്തുന്ന കപ്പൽ അത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വിഷ്വൽ ഒന്ന് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചു. അതിൻ്റെ സ്റ്റാഫുകളാണ് ബോട്ടിൽ പുറത്തുള്ളത്. ഓക്കെ, ഇതാണ് ആ കപ്പലിൻ്റെ പേര് കേട്ടോ. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇനി ലാസ്റ്റ് പറയുന്നത് ന്യൂസിൻ്റെ ലാസ്റ്റ് ഭാഗമാണ്. ലാസ്റ്റ് ഭാഗം ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഇപ്പോൾ വരുന്ന വാർത്തകൾ വിശ്വസിക്കാമെങ്കിൽ ഇറാന്റെ അവകാശവാദം ശരിയാണെങ്കിൽ അമേരിക്കയ്ക്ക് ഈ ആക്രമണത്തിലേറ്റ കനത്ത തിരിച്ചടിയാണ് എബ്രഹാം ലിങ്കൺ എന്ന യുദ്ധക്കപ്പൽ ആക്രമിക്കപ്പെട്ടത് എന്ന് നമുക്ക് പറയേണ്ടി വരും. അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയുടെ സൈനിക നീക്കങ്ങൾക്ക്, അമേരിക്കയുടെ നാവികസേനയുടെ നീക്കങ്ങൾക്ക്, യുദ്ധമുഖത്തെ അമേരിക്കയുടെ ഇടപെടലുകൾക്ക് കൂടുതൽ ആത്മവിശ്വാസം ഗൈസ്, നിങ്ങൾ വിഷ്വൽസ് അത് കണ്ടല്ലോ. ഇപ്പോൾ ഇതിൽ ആദ്യമായിട്ട് പറയുന്നത് അതിൻ്റെ ഹെഡ്ലൈനാണ്. ഹെഡ്ലൈനിൽ വളരെ വ്യക്തമായിട്ട് അവർ പറയാൻ ശ്രമിക്കുന്ന കാര്യം USS അബ്രഹാം ലിങ്കണിലേക്ക് ആക്രമിച്ചു എന്നാണ്. ഓക്കെ, ആക്രമണം നടത്തി എന്നുള്ള രീതിയിലാണ് ആ ഒരു വിഷ്വൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. രണ്ടാമത് ആ വിഷ്വൽ കാണിക്കുന്ന കാര്യം ഒരു ബന്ധമില്ലാത്ത കുറേ വിഷ്വൽസ്. ഓക്കെ, ആൻഡ് സെക്കൻഡ് തിങ്, ദർ ഇസ് എ ഷിപ്പ്. അത് സത്യത്തിൽ ഒരു ഷാഡോ ഫീറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിലേക്കുള്ള ഒരു ആക്രമണമാണ് നടത്തിയിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ട്. അതിലത്തെ സ്റ്റാഫാണ് ആ ഇറങ്ങി ബോട്ടിൽ ഇറങ്ങി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. അതിലേക്കാണ് മിസൈൽ അയച്ചിട്ടുള്ളത്. ഓക്കെ, അബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന ആ ഒരു വലിയ ഒരു ഷിപ്പ് ഫ്ലീറ്റിലേക്ക് അവർ 4 ബാലസ്റ്റിക് മിസൈൽ അയച്ചതായിട്ടുള്ള കൺഫർമേഷൻ നമുക്ക് ന്യൂസുകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. വിശ്വസിക്കാൻ പറ്റുന്ന ന്യൂസുകളിൽ നിന്ന്. അത് ഇൻ്റർസെപ്റ്റ് ചെയ്ത് കളഞ്ഞിട്ടുമുണ്ട്. ഒന്നാമത്തെ കാര്യം, അബ്രഹാം ലിങ്കൺ എന്ന് പറയുന്നത് വലിയൊരു എന്താ പറയുക, ഒരു ഷിപ്സിൻ്റെ വലിയൊരു വ്യൂഹാണത്. അതിലേക്കൊരു 4 മിസൈൽ അയച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഇൻ്റർസെപ്റ്റ് ചെയ്ത് കളയാൻ വേണ്ടി വളരെ നിസ്സാര ടൈം മതി. മനസ്സിലാവുന്നുണ്ടോ? ഇവർ ഈ പറയുന്ന ന്യൂസും ആ കാണിക്കുന്ന വിഷ്വൽസും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല. എന്തിനാണ് ഈ തെണ്ടിത്തരം കാണിക്കുന്നത്? അതാണ് എൻ്റെ ചോദ്യം. ഇത് കണ്ടിട്ട് നമ്മളെപ്പോലുള്ള സാധാരണക്കാർ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഇല്ലാത്ത ആളുകൾ വിശ്വസിച്ച് പോകും. അവർക്ക് ഈ കാണുന്ന കപ്പൽ അത് അബ്രഹാം ലിങ്കൺ ആണോ അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ അയ്യപ്പൻ ചേട്ടൻ്റെ ആണോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊരു വലിയ സംഭവം എന്തോ ഇവിടെ നടക്കുന്ന പോലുള്ളൊരു ഫീലിലേക്ക് പോകും കാര്യങ്ങൾ. സത്യത്തിൽ നിങ്ങൾ ന്യൂസ് ഏജൻസീസ് എന്ന് പറയുന്നത് നിങ്ങൾ റേറ്റിങ്ങിന് വേണ്ടി കാണിക്കുന്ന ഈ തെമ്മാടിത്തരം, പക്ഷെ നിങ്ങൾ ഒരു കൂട്ടം ആളുകളെ പാനിക്കാക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങളെ കൊണ്ട് പറ്റുന്നത്. സത്യത്തിൽ നിങ്ങൾ ഈ വാങ്ങിച്ച് തിന്നുന്ന പൈസ സത്യം പറയട്ടെ നിങ്ങൾക്ക് ദഹിക്കില്ല. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പ്ലീസ് ഗൈസ്, ഡോണ്ട് ട്രസ്റ്റ് ദം.